ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ വിക്രത്തിനോട് യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ്. അപ്പോൾ ഈശ ഡോക്ടർ വിക്രത്തിനെ വേദയുടെ വീട്ടിൽ രാത്രി എത്തിക്കാം എന്നൊക്കെ പറഞ്ഞുവല്ലോ. അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മുടെ മാഷിൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദിനി ശ്രീജേച്ചിയോട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തിനെയും വേദേനെയും കുറ്റം പറയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിക്രം തന്നെയാണോ ശ്രീജേച്ചി ഇങ്ങനെ ചെയ്തത് വരുണിനെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ശ്രീജേച്ചിയോട് ചോദിക്കുകയാണ് കേട്ടോ നന്ദിനി. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, നന്ദിനി നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ വിക്രം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഓരോ ജോലികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദിനി. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്നറിയാം, ആരാന്നറിയാൻ വേണ്ടി നമ്മുടെ നന്ദിനി നോക്കുമ്പോൾ അത് വാസവനാണ് കേട്ടോ. വാസവനെ കണ്ട വഴി വെള്ളം കോരിക്കൊണ്ടിരുന്ന നന്ദിനി ആ കപ്പി അവിടെ ഇട്ടിട്ട് ഓടുകയാണ് കേട്ടോ. അച്ഛാ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മാഷിൻ്റെ അടുത്തേക്ക്. അപ്പം മാഷ് എന്താ നന്ദിനി, എന്താ പറ്റിയെന്ന് ചോദിക്കുക കേട്ടോ. അച്ഛാ ഇതാ വാസവനും ഗുണ്ടകളും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുക കേട്ടോ. അപ്പം മാഷ് പറയും, അവർ വരട്ടെ, നീ എന്തിനാ ഇതിനൊക്കെ വെപ്രാളം കാണിക്കണേ, അവർ വരട്ടെ, അവർ വന്നിട്ട് എന്താണെന്ന് കാര്യം നമുക്ക് ചോദിക്കാമെന്നൊക്കെ പറയും കേട്ടോ മാഷ്. അങ്ങനെ വാസവൻ വന്ന വഴിക്ക് തന്നെ മാഷിനോട് പറയും, തൻ്റെ മകൻ ഇവിടെ ഇല്ലയെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊരു 3-4 പ്രാവശ്യം ഇവിടെ വന്ന് കയറി ഇറങ്ങി ഇവിടെ അലങ്കോലപ്പെടുത്തി പോകേണ്ടെന്ന് തൻ്റെ മകൻ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരണേന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പറയുന്നുണ്ട്, താനിവിടെ വന്ന് ഈ ബഹളമൊക്കെ കാണിച്ചിട്ട് എന്താ വാസവ കാര്യം, വിനയനായാലും എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ തല്ലാനോങ്ങാണ് നമ്മുടെ വാസവൻ. അങ്ങനെ മാഷിനോടും 1-2 പറഞ്ഞ് മാഷ് പറയുന്നുണ്ട്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവനെല്ലാവരും കൂടി കുടുക്കിയതാണെന്നൊക്കെ നമ്മുടെ മാഷ് പറയുക കേട്ടോ. തൻ്റെ മകനെ കൊന്നത് എൻ്റെ മകനല്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് മാഷ് എതിർത്തു സംസാരിക്കുകയാണ്. അത് കാണുമ്പോൾ മാഷിൻ്റെ കഴുത്തിന് നേരെ പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ വാസവൻ. അത് കാണുമ്പോൾ എല്ലാവരും ഓടിച്ചു വന്നിട്ട് പറയും, അച്ഛനൊന്നും ചെയ്യരുത്. ശ്രീജയൊക്കെ പറയും, അച്ഛനൊന്നും ചെയ്യില്ല, കൈ വിടുന്നൊക്കെ പറയും. അവരുടെ കൈ തട്ടി മാറ്റാനൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ബഹളമൊക്കെ ഉണ്ടായ ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാസവനോടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കേട്ടോ കമല അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ കമലം വരുമ്പോൾ വാസവൻ പറയും, അമ്പലത്തിൽ പോയിട്ട് മകന് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും, നിങ്ങളൊന്ന് എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അവൻ്റെ അന്ത്യം എൻ്റെ ഈ കൈകൊണ്ടായിരിക്കും എന്നൊക്കെ വാസവൻ ഇന്ന് കമലത്തിനോട് പറയാം കേട്ടോ. അപ്പോൾ കമലത്തിൻ്റെ കയ്യിലൊരു തട്ടും പ്രസാദമൊക്കെ ഇരിക്കണ കാണുവാണ്. അപ്പോൾ വാസവ തട്ടി തെറിപ്പിച്ച് കളയാട്ടോ. എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മകന് നല്ല ആയുസ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കല്ലേ, അവൻ്റെ പ്രാർത്ഥനയൊന്നും ഒരു കാര്യമില്ല, അവന് ആയുസ് അടങ്ങാറായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാസവൻ പോകുമ്പോഴേക്കും നമ്മുടെ കമലം തലകറങ്ങി വീഴാണ്. അപ്പോൾ എല്ലാവരും അമ്മയെന്ന് വിളിച്ചിട്ട് നമ്മുടെ കമലത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദീപ്തിയുടെ അടുത്ത് വന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വിക്രത്തിനെ കുറിച്ച്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ദീപ്തി പറയും, ചേച്ചി എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം, വിക്രം ചേട്ടനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഒത്തിരി വിശ്വസിച്ചതാണ് ചേട്ടനെ, പക്ഷേ ചേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ദീപ്തി പറയാണ് കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് ദീപ്തിനെ മനസ്സിലാക്കാൻ വേദ ശ്രമിക്കുന്നുണ്ട് വിക്രം നിരപരാധിയാണെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാൻ ദീപ്തി സമ്മതിക്കുന്നില്ല കേട്ടോ. അവസാനം വേദ തന്നെ മനസ്സിലായി, അത്ര വേഗമൊന്നും അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ദീപ്തിയുടെ സമയം എടുത്ത് വേണം അവളോട് ഓരോ കാര്യങ്ങൾ പറയാമെന്നൊക്കെ ഇങ്ങനെ വേദയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ വേദയ്ക്ക് കോള് വരികയാണ് ശ്രീജേച്ചി വിളിച്ചിട്ട് പറയും, വേദ അമ്മ അങ്ങനെ തലകറങ്ങി വീണു, വാസവൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ കാര്യമൊക്കെ വേദയോട് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഹോസ്പിറ്റലാന്ന് കേൾക്കുമ്പോഴേക്കും വേദയ്ക്ക് വിഷമാവും. വേഗം അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങി വീട്ടിലാരോടൊന്നും പറയുന്നില്ല. അങ്ങനെ വേഗം ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ അമ്മേനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ ഒബ്സർവേഷനിലാന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാഷിനെ കാണാണ്. മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, അച്ഛൻ വിഷമിക്കരുത്, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, വിക്രത്തിനെ ഞാൻ പുറത്തിറക്കും, അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയണ്ട, എനിക്കറിയാം എൻ്റെ മുഖം അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, എങ്ങനെയെങ്കിലും നീ അവനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ വേദയോട് പറയുകയാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ കമലം ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം വിക്രത്തിനെ അറിയിക്കാതിരിക്കാൻ വേദയ്ക്ക് കഴിയില്ല. എന്തായാലും വിക്രം അത് അറിഞ്ഞ് കഴിയുമ്പോഴുണ്ടാവുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.